ബോട്ട്, കുളം, കര, കുളം, കര, കുളം. വരുന്നു. നിങ്ങൾ കളിക്കിട്ടോ, ഞാൻ കുളം, കര. ശ്രീദേച്ചി ഞങ്ങള് പോട്ടെ. ഓ എണീറ്റോ? ഇതെന്താ അത്ര നേരത്താ? ഇന്നൊരു ഞായറാഴ്ചയൊക്കെ അല്ലേ, ഇങ്ങനെ കുട്ടികളെ കൂടെ കുളങ്കര എന്ന് കളിച്ചോ. അതൊക്കെ ഒരു രസല്ലേ? എന്ത് രസം! രസം വേണമെങ്കിൽ ഇങ്ങനെ കുളങ്കര എന്ന് പറഞ്ഞ് കളിക്കണം. കളി കഴിഞ്ഞോ? എണീറ്റില്ലേ? ഓ ബാത്റൂമിലാ. ശിവേട്ടായിരിക്കേ. ഞാനൊന്ന് കുളിച്ചായിരുന്നു. എന്തായി, ആചാര്യായിട്ട് സംസാരിച്ചോ? സംഗതി ഞാൻ സൂചിപ്പിച്ചേക്ക്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അവിടെ ബിരുദന്മാരെ കൊണ്ട് ഭയങ്കര ബഹളാന്ന്. അത് മതി, സംഭവം പറഞ്ഞിക്കല്ലേ. ഷുക്കൂർ അടുത്ത മാസം വരുന്നുണ്ട്, വിളിച്ചിരുന്നു. കട്ടക്കുടി. ആചാര്യക്ക് ഒസാൻ അബൂക്കറിന്റെ സ്ഥലം കിട്ടാച്ചാ വലിയ കാര്യ. അതെനിക്ക് മനസ്സിലാക്കി. എന്താണെന്നറിയോ, ആ വലിയ സ്ഥലത്തിനിടയ്ക്ക് ചെറിയൊരു ഭാഗം ഒഴിഞ്ഞു കിടക്കാന്ന് പറഞ്ഞാൽ അത് ആചാര്യക്കൊരു കുറച്ചിലാ. മനസ്സിലായില്ലേ? ഒസാൻ അബൂക്കറിന്റെ സ്ഥലം കിട്ടിയാ ചുടുവിൽ റോഡും കിട്ടുമല്ലോ. ശരിയാ. അബൂക്കറെ, എനക്ക് ദുബായി പോവാൻ പൂതിയില്ലേ? പൂതി ഉണ്ടായാൽ മാത്രം പോരാലോ അയ്യാറെ, അതിന് കായ് വേണ്ടേ കയ്യില്? അനക്കറിയോ, നിന്റെ സുക്കൂർ ആടിപ്പം നല്ല നിലയിലാ. ഓൻ ആടിയുള്ളത് കൊണ്ട് ഇനി ആടി എത്തിയാലേ എനക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുകയല്ല. അനക്കറിയോ, ദുബായിലൊക്കെ മുടിയും താടിയും പഠിച്ചാൽ ഇവിടെ തന്നെ കാട്ട് വരട്ടിക്കൂലിയാ. മയ്യത്താവുന്നവരെ മുടിയും കളഞ്ഞ് മാർക്കും ചെയ്ത് നാട്ടിലിങ്ങനെ തണ്ടാണ്ട് കടലടക്കാൻ നോക്കുക. അതാ നല്ലത്. അയ്യാറ് പറയുന്നൊക്കെ നേരാണ്, പക്ഷെ പോവാൻ കായ് എങ്ങനെ ഉണ്ടാവും? സുക്കൂറ് റെഡി പൈസ ഉണ്ടായിട്ടപ്പ പോയത്. താരിസാണെങ്കിലോ 50 സെന്റ് വിറ്റിട്ടല്ലേ പോയത്. അതിനെ കൊണ്ട് ഇപ്പൊ എന്തായി? അപ്പറബു അതിന്റെ അപ്പുറത്തേതും വാങ്ങിയില്ലേ? അൽഹംദുലില്ലാ, അനക്ക് നല്ല കാലം വന്നൂടായില്ലാലോ. എങ്ങനെയെങ്കിലും വിറ്റോ പണം വെച്ചോ അക്കരെ കടക്കാൻ നോക്ക്. നോക്കട്ടെ. കുഞ്ഞോൻ, റാഫി, ഷാഫി, മൻസൂർ, 4 കുട്ടികള്, പിന്നെ നജീബ്, അങ്ങനെ 5 ആള്. വാപ്പച്ചി ഹോട്ട്ലൈനിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ടോ? ഇല്ല, കട്ട് ചെയ്തു. എന്തു പറഞ്ഞു? രാത്രി വീണ്ടും വിളിക്കും. വലിയ വാപ്പച്ചിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അല്ല ആയിരുന്നു. അല്ലാ, ഞാൻ ചാർജിൽ വെച്ചു. താങ്ക് യു. യു ആർ വെൽക്കം. കം ഓൺ മോളു, ലെറ്റ്സ് എൻജോയ്. ജസ്റ്റ് കം ഇൻ. സുൽഫത്തെ, ബാപ്പാക്ക് ഇച്ചിരി വെള്ളം കെടുത്തോ. അനക്ക് ബാപ്പ ഒരു സാധനം കൊണ്ടുവന്നു. ബാപ്പ നോക്കട്ടെ. ജന്നാത്തുൽ ഫിർദൗസ്. നോക്കട്ടെ. എടുത്തെടുത്തു, ഞാനൊന്ന് നോക്കട്ടെ. ഇതെന്താ അത്തറാണേ? ജന്നാത്തുൽ ഫിർദൗസ്. എന്തേ കുട്ടികൾ പറയുന്ന കേട്ടില്ല? ഈ ജന്നത്തുൽ ഫിർദൗസ് ഒക്കെ ഞാൻ കൊറേ കണ്ടിക്കണിട്ടാ. പയ്യന്റെ മീത്രം പോലത്തെ എന്തോ സാധനം കൊണ്ടുവന്നിട്ട് നിങ്ങൾ കുട്ടികളെ പറ്റിക്കുക. ആചാര്യ അന്നാ. അല്ല, നിങ്ങൾ ഇന്ന് ആടെ പോയിനാ? അനക്കറിയോ, ദുബായിലൊക്കെ ഇപ്പൊ 2 ഇരട്ടിയാ കൂലി. അതിന് പാരാ ദുബായി പോണേ. ഞാൻ എന്തേ പറ്റൂലേ? ഇങ്ങക്ക് എന്തിന്റെ കേടാ മനുഷ്യ? ആട്ടിക്കൊണ്ടുപോകുമ്പോ പിണ്ണാക്ക് തരാത്തോ വീട്ടിൽ ചെന്നാ വെളിച്ചെണ്ണ തരുവോ?
താടിയും മുടിയും വടിച്ചിട്ട് നേരാൻ വണ്ണം പൈസ തരാത്തോനാ ഇപ്പൊ ദുബായ് കൊണ്ടുവന്ന്. അട്ടേന്റെ കണ്ണ് കണ്ടിട്ടുള്ള അയാളെ പോലെ ഒരു വെടക്ക് ഈ ദുനിയാവ് കാണൂല. ഒരു കണക്കിന് ഈ പറഞ്ഞ നേരം. ആ നായ്ക്ക് രോമം മുളച്ചിട്ട് എനിക്കെന്താ കാര്യം? അത് മുളയ്ക്കാന്നേ മനുഷ്യന്മാർക്ക് തന്നെ മുളയ്ക്കണം. നിങ്ങൾ വേഗം കുളിച്ച് വന്നാല് നമുക്ക് ചോറ് ബൈക്കേനി. അനക്ക് ഇതൊരു പണിയല്ലൂ. ദിവസവും തുന്നി തന്നെ. ഇതെന്തേത്താണ് തുന്നി കൂട്ടുന്നേ? ഉമ്മച്ചി ജീവിതം തുന്നിക്കൂട്ടാപ്പാ. അല്ലാ, നല്ല കഥയായി. തരക്കേടില്ല. ഇന്നെന്തെന്നാ മോളെ ചോറിന് ചാറ്? ചക്കക്കുരു മാങ്ങേ. അല്ലാ, നമ്മൾ ഇവിടെ എത്തുന്നതിന് മുമ്പ് ആജിയാറ പോലെ ചക്കക്കുരു ഇവിടെ എത്തിയ. അല്ലോ നായി. അല്ലോ പോടായേ. പോടായേ. അല്ലോ ഇന്നെ താക്കു ഞങ്ങള്. പോടായേ. ഒന്ന് പോട്. നായ ഒന്ന് പോടേ ആയി. ഏയ് ഏയ് കാ ഇവിടെ. ഇങ്ങോട്ട് നോക്ക്. ഇങ്ങോട്ട് നോക്ക്. നീ എങ്ങനെ ഈന്റെ മോള് പിടിച്ചു കയറി? നായി. നായിന്നാ? ഇങ്ങനെ നായിന്ന് വിളിക്കാ? അതല്ല, നായി മണ്ടിയപ്പോ ഞങ്ങൾ ഇങ്ങോട്ട് ഓടിക്കേറിയൂട്ടാ. ആ ഇപ്പൊ നായൊന്നുമില്ല, നീ ഇങ്ങോട്ട് ഇറങ്ങിക്കോ. ഇറങ്ങാൻ പറ്റുന്നില്ല. ആടെ ചിരിച്ചിക്കാണ്ട് ആൾക്കാർ കാണുന്നതിന് മുമ്പ് എന്നെ ഒന്ന് താഴെ ഇറക്കിക്കൊണ്ട് പ്ലീസ്. നാലും നീന്റെ മോളിൽ എങ്ങനെ കേറി? ആടെ അന്തം വിട്ടിക്കാണ്ട് ഇനി ഒന്ന് വേഗം താഴെ ഇറക്കുന്നുണ്ടാ. അല്ലേ ഞാൻ ഇപ്പൊ ചാടും. ചാടിക്കണ്ടേ ചതി കുത്തി വീണ തന്നെ. എന്റെ പൊന്നിക്ക ഒന്ന് താഴെ ഇറക്കിക്കൊണ്ടാ. ഇത് ബേജാറാവല്ല, ഞാൻ പോയി കോണി എടുത്തിട്ട് വരാം. വേഗം കൊണ്ടാ. അല്ലോ ഇറങ്ങിക്കോ. അല്ലോ ചുമ്പോ നോക്ക്. അല്ലോ നോക്കി ഇറങ്ങി. പിടി. കൈ പിടിച്ചോ. അമ്പോ. എന്നാലും ഇതിന്റെ മോളിൽ കയറി ഇനി പെണ്ണ് തന്നെയാന്നോ ആണാന്നോന്ന് എനിക്കൊരു സംശയം ഉണ്ട്. പന്നിയെന്നോ? എന്താ സർപ്പേ എനിക്കൊരു ബഷർപ്പ്? ചെരുവിലയമ്പിളി ചിരിച്ചു നിക്കണ കണ്ടിട്ട് മറിമാൻമിഴിയാളെ നിൻമുഖമോർത്തു പോയൊരു നേരത്ത്. മാനത്ത് ചെരുവിലയമ്പിളി ചിരിച്ചു നിക്കണ കണ്ടിട്ട് മറിമാൻമിഴിയാളെ നിൻമുഖമോർത്തു പോയൊരു നേരത്ത്. അറിയാതൻ കൽബിൽ പൂക്കണ പെരുത്ത് പെരുത്ത് മുഹബത്ത്, പെരുത്ത് പെരുത്ത് മുഹബത്ത്. കേട്ടു വെച്ചോണ്ട് രജി, എത്ര നേരം ഇറ്റ് വെള്ളത്തിൽ ഇറങ്ങിട്ട്. സമയം എന്തായി ബാപ്പാന്റെ വിചാരം? 1 മണി കഴിഞ്ഞിക്കണ്. അല്ല, നേരം പോയൊരു പോക്ക്. അൽഹംദുലില്ലാഹ് ഖൈർ.
മീൻചാറിൻ്റെ അകത്തൊന്നും പുളിയും വലിയ ഏൽ കിട്ടിക്കില്ലാന്ന് തോന്നുന്നു. ഒരു കൊണവും ഇല്ല. പുളിയൊക്കെ ആവശ്യത്തിന് ഞാൻ അതിന്റെ അകത്ത് ഇട്ടിരിക്കുന്നു. വള്ളി ഇങ്ങക്ക് അങ്ങിട്ടേക്കട്ടായിരുന്നോ? അല്ല പിന്നെ നിങ്ങക്ക് എപ്പോഴും എന്തെങ്കിലും ഉണ്ടാവും. കുറ്റം പറയുകയും ചെയ്ത് മത്തി ഇങ്ങനെ ഊരി ഊരി വെക്കുന്നുണ്ടായിനല്ലോ. അത് പയച്ചിട്ട് പുറത്തോടായിട്ട് വിസ്മയം കൂട്ടി അങ്ങ് തിന്നൂട്ടത് എൻ്റെ കുഞ്ഞുമോളോ. നാളെ ആ സൽക്കച്ചവടത്തിന്റെ കാര്യം ആചാരോട് പറയേണ്ടത്. ഈ കേട്ടിനോ? എന്നിട്ടെന്താ ഈ കേൾക്കാത്ത മാതിരി ഇങ്ങനെ ഇരിക്കുന്നു? ഞാൻ ഓർത്തു പോവുക. എന്തേ? നിങ്ങൾ ഇവിടെ കൂടിയ പിന്നെ ഈ പറമ്പൊക്കെ പച്ച പിടിച്ചിക്കല്ലോ എൻ്റെ ആയിഷത്താത്താന്ന് ആ ബ്രോക്കർ സഹദേവൻ തമാശ കൂടെ പറഞ്ഞത് ഈനായിനുല്ലേ? ജീവിതം എന്ന് പറയുന്നത് വലിയൊരു തമാശയായിച്ചു. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് നമ്മളെ ജീവിതം പച്ചയായിട്ട് തോന്നും. അനുഭവിക്കുന്ന ഉമ്മക്കോ അതും പച്ച തന്നെ. നിങ്ങൾ പറയുന്ന ഒന്നും എനിക്ക് തിരിയുന്നില്ല. അത് തിരിയാൻ തക്കോണുള്ള പഠിപ്പും വിവരമൊന്നും എനിക്കില്ലതാനോ. 4 എണ്ണത്തിന് പെറ്റുകൂട്ടിയൊരു ഉമ്മച്ചി, അത്രേ ഉള്ളൂ ഞാൻ. അതും 4 പെൺകുട്ടികൾ. അങ്ങനെ ഈ പറയരുതായിസു. പെൺകുട്ടികളായാലെന്താ മോശ? നമ്മളെ മക്കള് 4 വൈരക്കല്ലുകളാ. വൈരക്കല്ലുകള്. ആന്തേ അനക്കൊരു മക്കാറ്. ഇനി അയമ കയറി പിടിക്കണ്ട, ഞാനൊന്നും പറഞ്ഞിക്കില്ലേ. ആയില്ല, അനക്കൊന്നും പറയാനില്ല. അനക്ക് കേൾക്കണ, ആൺകുട്ടികൾ 10 അങ്ങ് ഉണ്ടായി വിട്ടിട്ടും ഒരുപകാരവും കിട്ടാൻ പോകുന്നില്ല. വയസ്സാം കാലത്ത് മേലും കൈ ആപതില്ലാണ്ട് എഴുതിയ മാതിരി ചുരുണ്ടുകൂടി കിടക്കുമ്പോൾ ഇന്ന ബാപ്പച്ചിയെ അല്ലെങ്കിൽ ഉമ്മച്ചിയെ കുടിച്ചോളീന്നും പറഞ്ഞിട്ട് സുലൈമാനി താങ്ങിപ്പിടിച്ച് തരിക. പടച്ചോൻ്റെ മനസ്സുണ്ടായിട്ട് പിയം വൃത്തി കിട്ടിയ പെൺകുട്ടികളെ ഉണ്ടാവും. ആഹാ, ഞാൻ വലുതായിട്ട് ബാപ്പച്ചിക്ക് സുലൈമാൻ ഉണ്ടായിത്തരും. എന്റെ രാജകുമാരി ഇവിടെ കുത്തിരിക്കി. എന്റെ മോളായത്. എന്നിട്ടോ കല്യാണം ഉറപ്പിച്ചതാ. നല്ല ചെക്കനായിന്, പൈസ ഉണ്ട്. പറഞ്ഞിട്ട് എന്ത് കാര്യം? പെണ്ണ് വേറെ ഒരുത്തന്റെ പേര് ഒളിച്ചോടി പോയില്ലേ? ഓനെന്താ പണി? ഓൻ ഒരു പണിയും തോരല്ലെന്നാ കേട്ട്. പെണ്ണ് പിന്നെ എന്ത് കണ്ടിട്ട് ഓന്റെ പേര് ഒളിച്ചോടി പോയത്? അണ്ടി. ഞാൻ അടുക്കളപ്പുറത്തേക്ക് വെക്കിട്ടാ. സൈനവാ, ഞാൻ അത് കുറച്ചെടുത്ത് മക്കൾക്ക് ഭർത്ത് കൊടുക്കട്ടാ. എന്തായി കാര്യങ്ങളൊക്കെ? നിങ്ങൾ രണ്ടാളും ഓനോട് കാര്യം പറഞ്ഞതല്ലേ? ആചാര്യ അബൂബക്കർക്കായി നിങ്ങളോട് എന്തോ പറയാണ്ടെന്ന്. ഇനി എന്തോ പറയാനാ? പറഞ്ഞത് തന്നെ പിന്നെയും പറയണോ ശിവ? അതല്ല, അയാൾക്ക് സെന്റിന് ഇത്രയെന്നും പറഞ്ഞ് കണക്കൂട്ടി കളിക്കണ്ടെന്നാ സുക്കൂർ പറഞ്ഞത്. ഒരൊറ്റ ബല. അത് നിങ്ങളോട് രണ്ടാളോടും ഞാൻ പറഞ്ഞിരിക്കുന്നു ഇല്ല ശിവ? അതൊക്കെ ഞാനും പറഞ്ഞത് ആചാര്യ. പിന്നെന്താ? അബൂബക്കർക്ക് അയാളെ സ്ഥലം വെക്കുന്നില്ല. എന്തോ ഒലക്കമ്മല് വർത്താനം പറയുന്നേ സാദേബാ? ഞാളാന്ന് പറഞ്ഞു നോക്കി ആചാര്യ. അയാൾ ഇങ്ങനെ 2 വർത്താനം പറഞ്ഞു ഞാൻ വിചാരിച്ചില്ല. അബൂബക്കറെ, വർത്താനത്തിനൊക്കെ ഒരു ഉദർക്കം വേണ്ടേ? ആചാര്യ, ദുബായ് പോകണമെന്ന് എനിക്കും പൂതിയുണ്ട്. ഞാനത് നാട്ടുകാരോടൊക്കെ പറയുകയും ചെയ്തതാണ്. പക്ഷെങ്കിൽ ഓളും കുട്ടികളും സമ്മതിക്കുന്നില്ല. കുട്ടികളൊക്കെ നിലനിൽക്കുന്ന കണ്ടപ്പോൾ വിൽക്കണ്ടെന്ന് തോന്നിപ്പോയി. അതുകൊണ്ടാ. അന്നോട് എനിക്കൊന്നും പറയാനില്ല. ഇനി പോട്. അല്ല, ഇനി പോട് പോട്. നിങ്ങൾ രണ്ടാളും ചെല്ലി സുക്കൂറിനോട് എന്താ വെച്ചാ നിങ്ങൾ എന്നെ പറഞ്ഞാളി. ആ സ്ഥലത്തുമ്മിൽ എനിക്കൊരു കണ്ണുണ്ട്, നിങ്ങൾക്ക് ഉണ്ടാക്കും അറിയാ. ഓന്റെ ഓളും മക്കളും നിലോളിക്കുന്ന പോലെ. കളി നിങ്ങൾ ഇവിടെ കുത്തുന്ന സെക്സ് കളിക്കുക? നീ എന്ത് കളിക്കാടോ? ചെക്സ് അല്ല നജീബേ, ചെസ്സാ. എന്തൊലക്കെങ്കിലും ആയിക്കോട്ടെ. എളാപ്പണ്ട് നിങ്ങളെയും ചോദിച്ച് മെരു കൂട്ടുകുടുങ്ങിയതിൻ്റെ തൊട്ട് കളിക്കുന്നു. അന്നല്ലടോ വെല്ലണ്ടാളിയാ. എന്റെ എഴുത്തിനാ. ആയി ഞാളെ എളാപ്പാനോട് പറഞ്ഞോളാം. എളാപ്പ നല്ല ചൂടിലാ. അതിങ്ങള് എളാപ്പാനോട് ചോദിച്ചു നോക്കി. അല്ല പിന്നെ കളി. നീ ജയിച്ച് എടുത്തോ. നമ്മളിപ്പോ എന്താ ചെയ്യാ? സംഗതി സ്ഥലം എങ്ങനെങ്കിലും ഒന്ന് കൈമലാക്കണ്ടേ?
കിളി നിന്ന് കാട്ടിച്ച കുരുവിൽ ഒരു മരം ഇലഞ്ഞി മരമായി പൂത്തു നിന്ന് ആ ഇലഞ്ഞി മരം പൊരിഞ്ഞു വീണപ്പോ 1000 ആളുകൾ ഓടി വന്ന് എന്താടോ ഒരു ഉച്ചാറില്ലടോ എന്തുണ്ടോ അപ്പുറത്തുണ്ട്. ആഹാ പുട്ട് കുറ്റിയോട് എടുത്തിട്ട് തട്ട് ചെറുപഴം തൊലി കളഞ്ഞിട്ട്. ആരാടാ തൂറാണ്ട് വന്നത്? എന്തെന്നാടോ ആരൊരു സാധനമില്ലടോ ഉള്ളതാരോ ഊറ്റി. അതേ ആ മുണ്ടോൻ താത്തി കുത്തി മാഷേ. ഇത് പെട്രോമാക്സിന്റെ മാൻഡൽമാര് ഇത് കാണാൻ കുത്തിരിക്കുക. അത് ശരിയാ. സമയം എന്തായി? 8:30 ആയിട്ടേ ഉള്ളൂ. 2 പിടിപ്പിക്കുക. ബാക്കി നാളെ ആക്കാം. ഒരു ഈച്ച പോലും അറിയരുതേ. എന്തോ മെനകെട്ട സാധനം വാങ്ങിക്കൊണ്ടുവരും ഒഴിക്കട്ടെ എന്ന്. ഓൻ ആദ്യം എൻ്റെ കഷായം കുടിക്കും പോലെ കുടിച്ചതാ. ഒരു വുഡ് പോളിഷിന്റെ മണവും മണവും ഗുണമൊക്കെ നോക്കുക. അപ്പോൾ അതന്നെ കിട്ടാനില്ല. ഒരെണ്ണം എടുക്കട്ടെ? വേണ്ടോ വേണ്ട. വേണ്ടേ? ഞാനൊന്ന് എടുക്കാൻ പോവാ. ഓ ടച്ചിൻസ് എന്തുണ്ട് കയ്യിൽ? നല്ല സൂപ്പർ സാധനമുണ്ട്. ചേനയാ. കോമഡിയാ? ഇന്നലെ ഞമ്മളെ പാത്തു എന്തോ കാര്യമോർത്തു നമ്മളുമായി കോർത്തു. ആരാണ്ട് എന്താ പറ്റി? ഞാൻ എടുത്തോളാം. മെല്ലെ നടന്നോളി. അതിന് ആസ്പത്രിയിൽ പോയിട്ട് മര്യാദയ്ക്ക് ഡോക്ടറെ കാണിച്ചാൽ മതിയായിരുന്നു. അതിന് അത്ര ഒന്നുമില്ല അതൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല. ആയിഷത്താ നോക്കിയിരിക്കും. ആയിഷത്താ. എന്താ മോനെ? ഇല്ല ഒന്നുമില്ല. അവക്കർക്ക് ആ ചെറുങ്ങനൊന്ന് വീണ്. എവിടെ? ആ തെയ്യത്താങ്കുന്നിന്റെ മോളിന്ന്. അല്ലാ എന്താ? അതിന് അത്ര ഒന്നുമില്ല. എന്തോ ഭാഗ്യത്തിന് എനിക്ക് അന്നേരം അതിൽ വരാൻ തോന്നി. കത്രിന്റെ മുകളിൽ വീണതാ. നമ്മളെ തെയ്യത്താങ്കുന്നിന്റെ അതിൽ വരുമ്പോ അവിടെ വലിയൊരു മതിലില്ലേ, അതിന്റെ മുകളിൽ നിന്ന് കാലേറ്റി താഴെ വീണെന്നാ പറയുന്നത്. ഒരു കല്ലും മുച്ചാട്ടി കാലൊന്ന് തെറ്റി കത്തിയും കത്തിരിയും ഒക്കെ തെറിച്ചും പോയി. അയ്യത്താലെ ഞാൻ ചെന്ന് വീണത് കുത്തനെ നിൽക്കുന്ന കത്തിരീന്റെ മോളാ. അല്ലാന്റെ ഭദ്രങ്ങളെ തോന മുറിണ്ടോ ബാപ്പാ? ഈ കുട്ടികളെ ബേജാറാക്കല്ല ഐസ. അരപ്പട്ടുള്ളോണ്ട് കഴിച്ചിലായതാ. ഊരക്ക വല്ലാത്ത വേദന. എനിക്കൊന്ന് കിടക്കുന്ന ഈ നിക്ക്, ഞാനൊന്ന് പൈസ എടുത്തു കൊടുക്കാം. നിങ്ങൾ അകത്ത് പോയി കിടക്കാവോ കയറുക. പൈസ ഒക്കെ നമുക്ക് പിന്നെ എടുക്കാം. എന്നാലും അതല്ലാലോ. ഒരെന്നാലും ഇല്ല. ഞാൻ അതിനൊന്നും വാങ്ങിയില്ല. എന്നാ മോളെ പിടിച്ചോ. കൈ പിടിച്ചോ. എന്നാ ദൗത്തുണ്ടച്ചോ. അല്ലടോ എന്നാലും ഒരെന്നാലും ഇല്ല. ഞാൻ പോവാ. ആയിഷത്താ നമുക്ക് നാളെ കാണാം. മനുഷ്യനെ പിന്നെ എന്തിനാണ് കുത്തേൽക്ക് കുടുങ്ങിക്കൊന്നൊരു സംശയമുണ്ട്. പട്ടക്കണ്ണിക്ക് എങ്ങാനാ കുടുങ്ങിയെന്ന് തോന്നുന്നു. ഒന്നുകൂടി ഞാൻ കുത്താൻ ഓങ്ങിയതാ. എന്നിട്ടോ ആ പാവത്തിന്റെ കണ്ണിലേക്കൊക്കെ കുത്താൻ തോന്നിയില്ലെന്ന്. അതൊന്നും ഇയാളോട് പറയണ്ട. ഏച്ചിയാ പൈസ തരൂല. ആചാരല്ലേ ഉണ്ടല്ലോ. ഒന്ന്
എന്താ അവിടെ നിക്കണേ? ഇങ്ങോട്ട് വരി. ഇനി ഇവിടെ നിന്നാ മതി. എന്തായി? വാ, നമ്മളെ ഏൽപ്പിച്ച പണി സാബു ചെയ്തു. അതെന്താ ഓന്റെ പ്രിയത്തുമില്? അതാ താടി പഠിക്കുന്ന കത്തിയോണ്ട് ആ നായൊന്ന് വീശിയതാ. ചിരിക്കുക. അത് കുറച്ചുകൂടി താഴത്തൂടി ആണെങ്കിലേ ഓന്റെ കണ്ണിപ്പ ചേമ്പ് പോയി കുടുക്കയിലേക്ക് നോക്കുമ്പോൾ ഉണ്ടാകുക. അഞ്ഞ് പറഞ്ഞത് മുഴുവനുണ്ട്. 2 ദിവസം ഓനൊക്കെ നടത്തി തരാന്നുള്ള എന്റെ പൂതി ഉണ്ടല്ലോ, അതിഞ്ഞി നടത്തി തന്ന്. അതുറപ്പല്ലേ? എന്നാലേ അധികം ഇവിടെ നിക്കണ്ട, നടന്നോ. ആര് കത്തിയെടുത്ത് വീശിന്നാ പറയുന്നത്? അത് ഞാൻ വീണല്ലേന്ന്. അത് ഞാനൊന്ന് ഉഷാറാക്കിയല്ലേ പൈസ കിട്ടാൻ. അത് വിട്ടേക്ക്. നിങ്ങളെ പോരേന്റെ കയ്യിൽ ഒരു 17 സെന്റ് സ്ഥലമില്ലേ? അത് 17 സെന്റാ? 36 സെന്റ് അല്ലേ? 36 സെന്റാ അല്ലേ? ചായ അതാ. പേരോ ഒഴിവാക്കി വെക്കാനാ ആയിഷു പറഞ്ഞ്. ഓരോ ഒഴിവാക്കി കൊടുത്താൽ എന്താ സംഭവിക്കാന്നറിയോ? ഷുക്കൂർ അവൻ വാങ്ങിയ സ്ഥലത്തിന്റെ അതിൽ കൂടി വലിയ മതിലങ്ങാൻ കെട്ടി തിരിച്ചാലോ? വീടിന്റെ മുന്നിൽ കൂടെ വലിയ മതിൽ വന്നാൽ പിന്നെ നിങ്ങളൊരു കൂട്ട് കുടുങ്ങിയ പോലെ ആയിപ്പോ. അതാ പറയുന്നത്, ഒരുമിച്ച് അങ്ങ് കൊടുത്താളാണ്. പിന്നെ നഷ്ടത്തിലൊന്നും അല്ലല്ലോ, തരക്കേടില്ലാത്ത വില ഞാൻ വാങ്ങി തന്നിക്കല്ലേ. നട്ടത്തിന്റെ കാര്യം വിചാരിച്ചിട്ടല്ല സഹദേവ. നാട്ടിൽ നിന്ന് പോകുക എന്ന് പറയുമ്പോ വല്ലാത്തൊരു സങ്കടം. അതുകൊണ്ടാ. ഇങ്ങളെ കുട്ടികളൊക്കെ വളർന്നു വരിക, ഇങ്ങളാണേ തളർന്ന് വയസ്സനായി. മനുഷ്യന്റെ കാര്യ ഒരു ഗ്യാരണ്ടിയില്ല. എവിടെ കിടന്നാ ചാകുക എന്ന് പറയാൻ പറ്റൂല. നിങ്ങളെ പെൺകുട്ടികളെ വഴിയാതാരാക്കണ്ട. ബ്ലാക്ക് ടീ. ഓ സൽമ എപ്പോഴാ ലാൻഡ് ചെയ്ത്? ഇന്നലെ. ഓ വെക്കേഷൻ അടിച്ച് പൊളിക്കല്ലേ. ഞാൻ ആചാരോട് പറഞ്ഞ് കച്ചവടം മുറിക്കട്ടെ. ചായ കുടി. ഇതുമല്ല നിറച്ചും കുമ്പളങ്ങ ഉണ്ടാവോ? ആർക്കറിയാ, അറിഞ്ഞൂടാ. ചെലപ്പോ നിറച്ചും ഉണ്ടാവും. നിറച്ചും കുമ്പളങ്ങ ഉണ്ടാവണേ. ഉണ്ടാവോ? രാവിലെയും വൈകുന്നേരം നല്ലോണം നനച്ചെടുത്താ ചെലപ്പോ. നിറച്ചും കുമ്പളങ്ങ ഉണ്ടാവും. നനച്ചോ നല്ലോണം നനച്ചോ, ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അതെന്താ അങ്ങനെ പറയുന്നത്? കുമ്പളങ്ങ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. ദാറ്റ്സ് ഓൾ. ഞാള് എട്ടനിച്ചുണ്ടാക്കുന്നത് ഞാളല്ലേ എടുക്കുക. അല്ലെങ്കിലോ? ആണെങ്കിലോ? ചാലഞ്ച്. Here we go. You bloody don't tell bad. Wow, it sounds you love him. Will you please stop the topic? Okay, I'm leaving. But one thing, I'm telling you obviously, it's no use. Yes, we are pumpkin eating. Let's see. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം റഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇരിക്കി. പിന്നെ എന്തൊക്കെയാ? നല്ല തന്നെ. ഞാൻ എത്തിന്നുള്ള വിവരം ഞാൻ അങ്ങോട്ടെന്താ കാണാത്തെന്ന് വിചാരിച്ചിരിക്കേ. അത് അല്ല, എത്ര ദിവസം ലീവ് ഉണ്ട്? ഞാൻ 20 ദിവസം ലീവിന് വന്നതാ. നോമ്പ് തുടങ്ങുന്നതിന് മുമ്പേ അങ്ങ് എത്തണം, അല്ലെങ്കിൽ അവിടുത്തെ കാര്യമൊക്കെ കൊയമാന്തരത്തിലാവും. മോന്റെ കാര്യം എന്തെങ്കിലും ശരിയായോ? ആഷിക്കിന്റെ വിസയൊക്കെ അടിക്കാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ വരുമ്പോ ഓന്റെ വിസയും കൊണ്ട് വരണമെന്ന് വിചാരിച്ചാ അന്നേരാന്ന് ബാപ്പാന്റെ വിളി. അബൂബക്കർഖാന്റെ സ്ഥലത്തിന്റെ രജിസ്റ്റർ ഉണ്ട് എന്നും പറഞ്ഞു. അങ്ങനെ ഇന്നലെ അത് അങ്ങോട്ട് കഴിഞ്ഞു. അല്ല, ആഷിക്ക് ഇപ്പൊ എവിടെ ഉണ്ട്? ഓന്റെ കാര്യമൊന്നും പറയാത്തല്ലേ. എന്താ? എല്ലാരോടും ഗൾഫ് പോവാന്ന് പറഞ്ഞിട്ടിറക്കല ഇപ്പം പണി. ഇന്നുണ്ട് കോയമ്പത്തൂർ പോയിക്ക്, അളിയൻ സാദിഖിന്റെ അടുത്തേക്ക്. അല്ല, സാദിഖിന്റെ കച്ചവടമൊക്കെ ഉഷാറായി പോകുന്നുണ്ടോ? കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട്. അത് കേട്ടാ മതി. ഇൻഷാ അല്ലാ 20 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ എത്തിയിട്ട് വിസ ശരിയാക്കി ഇങ്ങോട്ട് അയക്കാം. പോരെ? ഓ ആയിക്കോട്ടെ, എന്നാ പോവല്ലേ? ആ ശരി. ഹലോ. ഇവിടെ റേഞ്ച് കുറവാണെന്ന് തോന്നുന്നു. പറയുന്നത് മുറിഞ്ഞാ കേൾക്കുന്നത്. ആയിക്കോട്ടെ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കാം. ഓക്കെ. ശുക്കൂർക്കാ. എന്തൊക്കെ ഉണ്ടോ? സുഖല്ലേ? ചെറുങ്ങന നിങ്ങളുടെ കാര്യം എന്തെങ്കിലും ശരിയായി തരണം.
അതൊക്കെ നമുക്ക് ശരിയാക്കടോ. കാണുമ്പോ അല്ലേക്കാന്ന് വിചാരിക്കല്ലേ, സ്ഥിതി വളരെ മോശ. അതൊക്കെ എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ തിരിച്ചു ചെന്നിട്ട് ഞാനൊക്കെ ശരിയാക്കിയിട്ട് ഇങ്ങോട്ടാക്കാം പോരെ. ഞാൻ വിളിക്കാട്ടോ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം റഹ്മത്തുള്ളാഹി വബറകാതുഹു. താക്കോല് ഞാൻ സുക്കൂറിന്റെ തരണോ അതോ ബാപ്പാന്റെ കൊടുത്താൽ മതി? ബാപ്പ കാറിലുണ്ട്, ബാപ്പാന്റെ കൊടുത്താൽ മതി. കുഞ്ഞാവേ പോട്ടെ. ആചാര്യ താക്കോല്. അസ്സലാമു അലൈക്കും. Yeah, then? Selma? Yeah, I'll call you back. Hello, epilepsy. അവസ്മാരം. ഇപ്പൊ എന്ത് പറയുന്നു? You have nothing to say? Jerk, here we go. You go hell. How dare you, stupid beggar swine? Quit from my side. തേങ്ങാക്കോല. What? Coconut butt? You! എന്ത് പറ്റി? കളിക്കാൻ കൂട്ടിയില്ലേ? ചൊടിച്ചു പോന്നതാ? പുതിയ കൂട്ട് വിട്ടോ? പറ, എന്താ പറ്റിയേ? അവരെന്തിനാ വീടും സ്ഥലമൊക്കെ വിറ്റുപോയത്? ഓ അതോ, അവരെ വീടും സ്ഥലമൊക്കെ ആചാര്യയുടെ മോൻ ഷുക്കൂർക്കാക്കി ഉണ്ണിക്കുട്ടന്റെ അച്ഛൻ വാങ്ങിക്കൊടുത്തു. അതെന്തിനാ വാങ്ങിക്കൊടുത്തത്? അത് വിൽക്കാൻ വെച്ചിട്ട്. അപ്പൊ കുമ്പളങ്ങൊക്കെ എന്ത് ചെയ്യൂ? കുമ്പളങ്ങൊക്കെ ആചാര്യ എടുത്ത് മിണുങ്ങൂ. നോക്ക്, എനിക്ക് വേനയാന്നുണ്ട് കേട്ടോ. ഒന്നാണ്ട് വെച്ചിരുന്നു ഞാൻ. ദേ നോക്കിയേ, ഇവനാ ഉമ്മച്ചക്കുട്ടി. പറയണ്ട. പറയുന്നില്ല. ആ കുമ്പളങ്ങയൊക്കെ സുൽഫത്ത് പറിച്ചോട്ടെ. അച്ഛനോട് പറയേ, ഷുക്കൂർഖാനോട് പറയേ. ഓല് പോയിട്ട് ഒരുപാട് ദിവസമായില്ലേ? ഏടാ, 12 ദിവസമായിട്ടല്ലേ ഉള്ളൂ. കോല കാണാൻ പോണം. അച്ഛനോട് പറയാ. നാളെ പോവാ. നാളെയോ? നാളെ തന്നെ പോണം. എനിക്ക് നാളെ തന്നെ പോണം. നാളെ പോവാ. ഇപ്പൊ പോയി മേല് കഴുകിയിട്ട് വാ. ഒരു പണ്ടാരിളങ്ങിയ കുമ്പളങ്ങേ. കുറച്ചങ്ങോട്ട് നീങ്ങ. നേരെ വയ്യോ? ലേസല്ലേ സാരല്ല. പെട്ടെന്നല്ലേ ഡ്രസ്സൊക്കെ എടുത്ത് വരണോന്ന് പറഞ്ഞു. അബൂക്കർക്കാണ് മക്കളെ കാണുമെന്ന്. മോനൊരേ വാശി. അല്ല, ഓന്റെ അവസ്ഥ തൂക്കടൊക്കെ മാറിയോ? മാറിയിട്ടൊന്നുമില്ല, അതാപ്പ കുടുങ്ങിയേ. എന്നാ പിന്നെ ബോഡി നായിക്കന്നൂർ ചെന്ന് കറങ്ങി തിരിച്ചങ്ങനെ വരാന്ന് വിചാരിച്ചു. ഭഗവാനെ, ഇന്ന് ചെങ്ങാരിയാണല്ലോ ശകുനോ. ഓനങ്ങ് പോയിക്കോട്ടെ, എന്നിട്ട് വണ്ടി എടുക്കാം. ഓൻ അല്ലെങ്കിൽ ഒരു അണ കുറവാന്നേ. ഇഞ്ഞേശം വൈകിട്ടല്ലേ, അല്ലേ പ്രശ്നം ഉണ്ടായിരുന്നു. ഓ, ഇപ്പൊ എനിക്കായ കുറ്റോ? ഉണ്ടല്ല, ഓനങ്ങ് പോയിക്കോട്ടെ. ഇമ്പിച്ചി കുഞ്ഞിനേടെ ഇത് സുൽഭത്തിന് കൊടുത്തയാളാ. അയിമെന്ന് പറിച്ചതാ. അല്ലേ, കേരളത്തിൽ നിന്ന് പച്ചക്കറി തമിഴ്നാട്ടിലേക്ക് കയറ്റിയാ? വേണമെങ്കിൽ ഞാൻ കർണാടകത്തിലേക്കും കയറ്റു. എന്തേനി? ആയിവിടെ ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ ഒന്നും മിണ്ടിയില്ല. ലേശം ഒന്ന് വിശർക്കണം. അപ്പോ കഴിച്ചിടായി. ഇന്നും പോവാനുണ്ടോ? 2-3 സ്ഥലത്ത് പോവാനുണ്ട്. കുറെ തന്നുവിട്ട സാധനങ്ങൾ കൊടുക്കാനുണ്ട്.
ഇവരെങ്ങോട്ടാ? ഒരു പാർട്ടി ഉണ്ട്. എന്താ കൂള്? ഹാഷ് ബ്രൗൺസും ലെമനേഡും. ഉരുളക്കിഴങ്ങ് വറുത്തവും നാരങ്ങ. മോളെ ഡോർ അടിക്കുമ്പോ കൈ നോക്കണം കേട്ടോ. എന്തേ അപ്പൊ ഞാൻ പോയി തരട്ടോ. ഞാടക്ക് എന്തേന്? ഞാൻ അബോകറിനെ കണ്ടെത്തുന്ന പറിച്ച കുമ്പളങ്ങ എന്ത് ചെയ്ത്? ഞാനാടുന്ന് ഒരു കുമ്പളങ്ങ പറിച്ചിട്ട് 1 2 പറിച്ചു എന്നാണല്ലോ പണിക്കാര് പറഞ്ഞത്. ഞാനാടുന്ന് 2 കുമ്പളങ്ങ പറിച്ച് നമ്മളെ അബൂബക്കർക്കാന്റെ മക്കൾക്ക് കൊടുത്തുവിട്ടീനു. അന്നോടാരാ ആടുന്ന് കുമ്പളങ്ങ പറക്കാൻ പറഞ്ഞ്? ആരും പറഞ്ഞിട്ടൊന്നും. പിന്നെ ഐറ്റിങ്ങൾ നട്ട് നനച്ചുണ്ടാക്കിയതല്ലേ, അതിനെ കൊണ്ട് പറിച്ചു കൊടുത്തോട്ടാ. ഞാൻ പറിച്ച് കൊടുത്തുവിട്ടതാണ്. തോന്നിയോണം കാണിച്ചിട്ട് ഇവിടെ നിന്ന് നാമോസ് നടക്കുന്നു. ഹമുക്ക് ഞാനെന്നും നിങ്ങൾക്ക് ഹമുക്കാന്ന് എനിക്കറിയാം. എന്റെ മുന്നിൽ ഇങ്ങനെ വന്ന് നിന്നിട്ട് നാമൂസ് ഇളക്കാണ്ട് ഇറങ്ങിപ്പോയി മാറേ. എനിക്ക് പോവാൻ ഒരിടമില്ലാന്നും പോയാൽ ഏടം വരെ പോകുന്നു നിങ്ങൾക്കറിയാം. എനിക്ക് പോവാൻ ഒരിടമില്ലാണ്ടാക്കിയതു നിങ്ങൾ തന്നെയാണ്. ഈ ദുനിയാവ് മുഴുവൻ കോയമാന്തരത്തിൽപ്പെട്ട് ഹലാക്കായാലും മാണ്ടൂല. ഞാനും എന്റെ കുടുംബവും കുറെ സ്വത്തും പാടോ എന്റെ കയ്യിൽ തരണമെന്ന് മാത്രം വിചാരിക്കരുതാണ്. അപ്പേ ഇനിയെന്താ അങ്ങനെ അന്തം വിട്ട് കുത്തിരിക്കുന്നത്? ഒന്നുമില്ലേ? ഒന്നുമില്ലാണ്ടൊന്നുമല്ല. ഒന്നുമില്ല. എനക്കാ കുട്ടീനെ ഭയങ്കര ഇഷ്ടല്ലേ. ഏത് കുട്ടീനാ? അത് പോട്ടെ മോനെ, നിന്റെ അടുത്ത് പൊട്ടം കളിക്കുക. ആ ഒസാന്റെ മോള് എന്തെന്നായിരുന്നു എന്റെ പേര്? റഹ്മത്ത്. അപ്പൊ പേരൊക്കെ ചോദിച്ചു വെച്ചിക്കില്ലേ? ആടുള്ള എല്ലാരും പേരും അറിയാം. റഹ്മത്ത്, റാബിയ, സുൽഫത്ത്, നസ്രിയ ബാനു എല്ലാരും എനിക്കറിയാം. അല്ല, നിങ്ങൾക്ക് അവിടേക്കുള്ള വയ്യ അറിയോ? അതിന് ഓല് പോയത് ആഫ്രിക്കയിലേറ്റനാ. ബോഡി നായിക്കലൂര് ഇവിടെ അടുത്തല്ലേ. കുട്ടീനെ കാണാനാന്ന് പറഞ്ഞങ്ങ് ചെന്നാ മതി. കുട്ടീന്റെ ബാപ്പ കത്തിയെടുത്ത് എന്റെ വയ്യപ്പായി. അനക്കിപ്പോ എത്ര വയസ്സായി? 21 കഴിഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് അങ്ങ് വരണ്ടി കൊടുത്താൽ മതി, നല്ല കട്ടിയിൽ വരും. കഴിഞ്ഞേ 21 കഴിഞ്ഞ്. അന്നങ്ങി പണിയെടുത്ത് 10 പുത്തനുണ്ടാക്ക്. അപ്പോഴേക്ക് കുട്ടിയും പഠിച്ചൊരു പണിയാട്ടെ. എന്നിട്ട് അന്തസ്സായിട്ട് ചെന്ന് പെണ്ണ് ചോദിക്കും. 4 കൊല്ലം കഴിഞ്ഞിട്ട്. അപ്പോഴത്തേക്ക് ഓളെ വേറെ ആരെയും കൊണ്ടുപോയി ജീവ്ക. പെണ്ണിന്റെ കൽബിൽ ഒരാണുണ്ടെങ്കിൽ അത് മയ്യത്തായി കബറിൽ ചെന്നാലും വിട്ടാളിയല്ല മോനെ. നിങ്ങൾക്ക് ദുനിയാവിലെ പടപ്പുകളെ പറ്റിയൊക്കെ നല്ലോണം അറിയല്ലേ. ഇതാ എനിക്ക് പിടിക്കാത്ത. എന്ത് പറഞ്ഞാലും പെരാന്തന്മാരെ പോലത്തെ ഒരു ചിരി. ദുനിയാവിൽ എല്ലാവർക്കും തിരിഞ്ഞ് പെരാന്തില്ലേ? എന്തൊക്കെ തരത്തിലുള്ള പെരാന്ത്. നിങ്ങൾ ഒരുപാട് പഠിച്ചിക്കോ? ഇതൊന്നും ഒരു പഠിപ്പല്ല, ഇപ്പോഴും പഠിക്കല്ലേ. അല്ല, എന്നിട്ട് എന്താ നിങ്ങൾ ഇങ്ങനെ തോറ്റുപോയത്? ആരാ പറഞ്ഞത് ഞാൻ തോറ്റുപോയിന്ന്? പണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയി അടിക്കുകയും കുത്തുകയും മൂത്രക്കോയലിൻ്റെ ഉള്ളിൽ കൂടെ ഈർക്കിൽ കയറ്റുകയും ചീരോ പറങ്കി അരച്ച് തേക്കുകയും ചെയ്തിട്ടു. മോനെ, അവസാനം പോലീസുകാർ തോറ്റ് വയ്യോട്ടായി എന്നല്ലാണ്ട് തോറ്റു കൊടുക്കാത്ത തീയത്താങ്കുന്നിൽ അബ്ദുറഹ്മാന്റെ മോനാ ഞാൻ. എന്നിട്ടെന്താ നിങ്ങളെ വാപ്പ തൂങ്ങിച്ചത്തെ? ഇങ്ങിൻ്റെ വാപ്പാനെ കണ്ടിട്ടില്ലല്ലോ. ഇങ്ങന്ന് ജനിച്ചിട്ടൂടിയില്ല. എത്ര വലിയ പൊയ്യായാലും മഴവെള്ളം പോലെ കുഴപ്പങ്ങൾ വന്നാൽ കലങ്ങൂന്ന് ഇല്ലേ? എനിക്കറിയാം. എൻ്റെ വാപ്പാൻ്റെ മനസ്സ് ഒരിക്കലും കലങ്ങിയിട്ടില്ല.
പണം മണ്ണ് പെണ്ണ് ഒക്കെ വിട്ടാളി. ആ എന്നാ പോവുകയല്ലേ? എന്നാ വാ. നടക്ക്. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പോരല്ലതാ. ഈ തീ അങ്ങോട്ട് പടരണ്ട.